നമസ്കാരം. സ്കൂൾ അവധിക്കാലം, പെരുന്നാൾ, ഓണം, ക്രിസ്മസ് തുടങ്ങിയ തിരക്കുള്ള സമയങ്ങളിൽ വിമാന കമ്പനികൾ മനഃപൂർവ്വം ടിക്കറ്റ് നിരക്ക് കൂട്ടാറുണ്ട്. സ്വാഭാവികമായും ഈ സമയങ്ങളിൽ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് നാട്ടിലേക്ക് വരുന്ന പ്രവാസികളുടെ എണ്ണം കൂടും. എന്നാൽ ഈ സമയങ്ങളിൽ വിമാന കമ്പനികൾ സാധാരണ നിരക്കിന്റെ 3-4 ഇരട്ടി തുകയാണ് ഈടാക്കുന്നത്. ഓരോ അവധിക്കാലത്തും ഓരോ ആഘോഷവേളയിലും വിമാന ടിക്കറ്റ് നിരക്കുകൾ റോക്കറ്റ് പോലെ കുതിച്ചുയരാറുണ്ട്. ഒരാൾക്ക് കുടുംബത്തോടൊപ്പം നാട്ടിലേക്ക് വരാൻ ലക്ഷക്കണക്കിന് രൂപ തന്നെ ടിക്കറ്റിനായി മാത്രം ചെലവഴിക്കേണ്ടി വരുന്നു. താൽക്കാലികമായി ജോലിയിൽ നിന്ന് വിട്ടുനിൽക്കുന്ന പലർക്കും ഈ ഭീമമായ തുക ഒരു വലിയ സാമ്പത്തിക ബാധ്യതയാണ് വരുത്തിവെക്കുന്നത്. പ്രവാസികൾ എക്കാലവും നേരിടുന്ന പ്രധാന പ്രശ്നമാണ് വിമാന ടിക്കറ്റ് നിരക്ക് കുത്തനെ ഉയർത്തുന്നത്. ഇത്രയധികം വിദേശ നാണ്യം രാജ്യത്തേക്ക് അയക്കുന്ന പ്രവാസികളെ എന്തിനാണ് അവഗണിക്കുന്നത്? കാലാകാലങ്ങളായി ഇതിനെതിരെ വലിയ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതുകൊണ്ട് പ്രവാസികൾക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായിട്ടില്ല. കൊച്ചിയിൽ നിന്ന് ദുബായിലേക്ക് വൺ വേ ടിക്കറ്റിന് 1.5 ലക്ഷത്തിലേറെ തുക നൽകിയാൽ പോലും സീറ്റ് കിട്ടാനില്ലാത്ത അവസ്ഥയാണ്. ഇതനുസരിച്ച് 4 അംഗ കുടുംബത്തിന് UAEയിൽ തിരിച്ചെത്താൻ കുറഞ്ഞത് 2 ലക്ഷത്തിലേറെ രൂപ വേണം. യാത്രാ സമയം മണിക്കൂറുകളോളം നീളുന്ന കണക്ഷൻ വിമാനത്തിലും പൊള്ളുന്ന നിരക്കാണ്. സാധാരണ സെപ്റ്റംബർ ആദ്യ വാരത്തോടെ നിരക്ക് കുറയാറുണ്ട്. എന്നാൽ സെപ്റ്റംബർ 5-ന് എത്തുന്ന ഓണം മുന്നിൽ കണ്ടാണ് നാട്ടിലേക്ക് വരുന്ന പ്രവാസികളെ ബുദ്ധിമുട്ടിക്കാനായി ഇങ്ങനെ ടിക്കറ്റ് നിരക്ക് കൂട്ടുന്നത്. സെപ്റ്റംബർ 15-ന് ശേഷം മാത്രമേ നിരക്കിൽ കാര്യമായ കുറവുണ്ടാവുന്നുവെന്നാണ് കരുതുന്നത്. അപ്പോഴേക്കും ഓണം കഴിയും. മധ്യവേനൽ അവധി കഴിഞ്ഞ് UAEയിലെ സ്കൂളുകൾ തുറന്നപ്പോൾ ഹാജർ നിലയിൽ 35% വരെ കുറവുണ്ടായി. മറ്റു സ്കൂളുകളിൽ 5 മുതൽ 10% മാത്രമാണ് കുറവ്. ഇന്ത്യൻ സ്കൂളുകളിലാണ് ഹാജർ നിലയിൽ കാര്യമായ കുറവുണ്ടായത്. ഈ സ്കൂളിലെ കുട്ടികൾ എങ്ങോട്ട് പോയി എന്നാണോ നിങ്ങൾ ആലോചിക്കുന്നത്? വർദ്ധിച്ച വിമാന ടിക്കറ്റ് നിരക്ക് കുറയാത്തത് മൂലം പല പ്രവാസി കുടുംബങ്ങളും നാട്ടിൽ കുടുങ്ങിപ്പോയി. ഇതുകൊണ്ടാണ് കുട്ടികൾ സ്കൂളിൽ എത്താത്തത്. ഇതുമൂലം 10-12 ക്ലാസ്സുകളിലുള്ളവർക്ക് ക്ലാസുകൾ നഷ്ടമാവുകയാണ്. റാസൽ ഖൈമയിലെ ചില സ്കൂളുകളിൽ ഒരാഴ്ച മുൻപ് തന്നെ 10-12 ക്ലാസ്സുകളിലെ കുട്ടികൾക്കായി ഓൺലൈനിൽ സ്പെഷ്യൽ ക്ലാസുകൾ തുടങ്ങിയിരുന്നു. സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി ഈ മാസം 15 മുതൽ 4 ഇരട്ടിയിലേറെ ടിക്കറ്റ് നിരക്കാണ് വിമാന കമ്പനികൾ പ്രവാസികളിൽ നിന്ന് ഊറ്റിപ്പിഴിയുന്നത്. കാലാകാലങ്ങളായി പ്രവാസികൾ നേരിടുന്ന യാത്രാ ദുരിതം വെറുമൊരു സാമ്പത്തിക പ്രശ്നം മാത്രമല്ല, ഇത് അവരുടെ കുടുംബങ്ങളെയും കുട്ടികളുടെ വിദ്യാഭ്യാസത്തെയും ഒക്കെ സാരമായി ബാധിക്കുന്നുണ്ട്. ലക്ഷക്കണക്കിന് രൂപ മുടക്കിയാലും ലഭിക്കാത്ത ടിക്കറ്റുകൾ, അതല്ലെങ്കിൽ കണക്ഷൻ വിമാനങ്ങളിലെ പൊള്ളുന്ന നിരക്കുകൾ, ഇതെല്ലാം പ്രവാസികൾക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ്. വർദ്ധിച്ച ടിക്കറ്റ് നിരക്കുകൾ കാരണം സ്കൂൾ തുറന്നിട്ട് നാട്ടിൽ കുടുങ്ങിയ കുട്ടികൾക്ക് വിലപ്പെട്ട പഠന സമയമാണ് നഷ്ടമാകുന്നത്. ഇത് രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി വിദേശത്ത് കഷ്ടപ്പെടുന്നവരുടെ ജീവിതത്തെ തന്നെയാണ് ദോഷമായി ബാധിക്കുന്നത്. പ്രവാസികൾ നമ്മുടെ രാജ്യത്തിന്റെ നട്ടെല്ലാണ്. അവർ നാട്ടിലേക്ക് അയക്കുന്ന പണം നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയൊരു കൈത്താങ്ങും. എന്നിട്ടും അവർ നേരിടുന്ന ഈ പ്രശ്നത്തിന് ഒരു ശാശ്വത പരിഹാരം കാണാൻ സാധിക്കുന്നില്ല. അവരെ ചൂഷണം ചെയ്യുന്ന ഈ പ്രവണത അവസാനിപ്പിക്കാൻ ഇനിയെങ്കിലും തയ്യാറാകണം. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.